ഈ ശശി തരൂരിന് കോൺഗ്രസിന് ഭയമാണോ? കാരണം സുധാകരൻ പറയുന്നത് ഉപദേശിച്ച് ശരിയാക്കുമെന്നാണ്. യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഒരു മാർച്ച് വെച്ചിരുന്നു. അത് അവസാന നിമിഷം മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസ് ശശി തരൂരിന് മുന്നിൽ വിറച്ചു നിൽക്കുകയാണോ? ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വിജയരാഘവനാണ് ഇതുപോലെ തമാശയൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ആയി. ഇപ്പം സുധാകരൻ എന്താ ഓർമ്മ വല്ലതും പോയോ? തരൂരിനെ ഉപദേശിച്ചിട്ടുണ്ടെന്നല്ലേ? അത് കേൾക്കുന്നവർക്ക് തന്നെ ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. ഈ പാലക്കാട്ടെ ഒരു കുഗ്രാമമാണ് തരൂർ. അവിടെ നിന്നും നല്ല വലിയൊരു സ്കൂളിൽ പോയി പഠിച്ചു. പിന്നെ ലണ്ടനിലൊക്കെ പഠിച്ചു. നല്ല ഷൂ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു. ഒടുവിലെ ഇംഗ്ലീഷിനെ കുറിച്ച് തന്നെ ചർച്ചയുണ്ട്. ചില വാക്കുകൾ ആർക്കും പിടികിട്ടുന്നില്ല. UN സെക്രട്ടറി ജനറലിന്റെ കസേരയുടെ അടുക്കൽ വരെ എത്തി എന്നുള്ളതാണ്. ഈ കോൺഗ്രസ്സുകാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതായത് ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ മനസ്സ് മനസ്സിലായിട്ടില്ല. അതായത് തരൂര് ഡിജിറ്റൽ വലിയ കക്ഷിയാണല്ലോ, ട്വിറ്ററിലൊക്കെ കുറിപ്പാണ്. അതിലൂടെ അദ്ദേഹം ഈ യുവാക്കളുടെ ഇടയിലൊക്കെ വലിയ ഹരമായി തീർന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നേരത്തെ ഈ ഡിജിറ്റലിൻ്റെ മുഴുവൻ ക്യാമ്പയിനുകൾ മുഴുവൻ അങ്ങ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷായൊക്കെ ഗുജറാത്തിൽ തന്നെ ഇരുന്ന് പ്രഗത്ഭന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. ഇപ്പം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി അല്ലേ? അതുപോലെ പക്ഷെ ഭരിക്കാൻ സമ്മതിച്ചിട്ടില്ല. സമ്മതിച്ചിട്ടില്ല. അതെ, പേരില് വമ്പന്മാരുണ്ട് എന്ന് കാണിച്ചു. പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ്. അതുപോലെ തന്നെ ഈ പല വിഷയങ്ങളിലും സോണിയ ഗാന്ധി ഈ തരൂരിനെ കൂടെ നിന്നിട്ടുണ്ട്. ഈ സുനന്ദ പുഷ്കർ വിഷയത്തിലുമൊക്കെ സോണിയ കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ ഈ IPL ലേലം, അതുപോലെ വമ്പൻ ഡീലുകളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരിക്കലും ഇവർ സമ്മതം മൂളിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ മത്സരിക്കേണ്ടി വന്നതും വോട്ട് കൂടുതൽ പ്രതീക്ഷയ്ക്കപ്പുറം നേടി. കേരളത്തിലുള്ളവർ തലകുത്തനെ നിന്ന് നോക്കി എങ്ങനെയെങ്കിലും തോൽപ്പിക്കാമെന്നല്ല, ദയനീയമായി തോൽപ്പിക്കാമെന്നുള്ള രീതിയിൽ. പക്ഷെ നടന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ IPL-ൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, IPL കൊച്ചി ടീമിൻ്റെ ഭാഗമായിട്ടാണ് സുനന്ദയെ ഇദ്ദേഹം കൂടെ കൂട്ടുന്നത്. അതുപോലെ തന്നെ ദുബായിലും ലണ്ടനിലും ഒക്കെ വെച്ച് നടന്ന പല വമ്പൻ ഡീലുകളിലും തരൂർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പലർക്കും അത് അറിയാവുന്നതാണ്. പലയിടങ്ങളിലും വമ്പൻ ഡീലുകളിൽ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം വെളിയിൽ ആർക്കും വേണ്ടാതെ പോയ സ്പീഡ് ട്രെയിനാണ് റെയിൽ അല്ലേ? പുതിയ ആ സ്പീഡ് ട്രെയിൻ അതാണ് ഇവിടെ കൊണ്ടുവന്ന് റെയിൽ എന്നും പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് ഒരിക്കലും തരൂർ അതിനകത്ത് എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് മുതൽ തുടങ്ങിയതാണ് തരൂര് പിണറായിയെ വാഴ്ത്തുന്നു, പിണറായി തരൂരിനെ വാഴ്ത്തുന്ന ഒരു രീതി. അത് അവിടെ മുതൽ നമ്മൾ നോക്കണം. ഇവിടെ എന്തോ കാര്യങ്ങൾ നീക്കുപോക്കുണ്ട്. ആ നീക്കുപോക്കിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ പ്രശംസയും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. എന്തുവാണ് ആ സ്പീഡ് റെയിൽ എന്ന് പറയുന്ന, അത് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ അപ്പം കൊണ്ടുവന്ന് എവിടെ കൊണ്ടുവന്നൊക്കെ വിൽക്കാമെന്നൊക്കെ ഗോവിന്ദൻ പറഞ്ഞതും ഒക്കെ ഇപ്പോഴും നമുക്ക് തമാശയായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു അലമ്പ് സർക്കാരിൻ്റെ വ്യവസായ വികസനം അത്യുന്നതങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തരൂർ ഇപ്പോൾ വാഴ്ത്തൽ നടത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ നമുക്ക് തരൂരിനോട് യോജിക്കാൻ പറ്റാതെ വരുന്ന കാര്യം. കേട്ടത് പിണറായി ഉണർന്നിട്ടുണ്ട്. അതെ, കാരണം ഇതിനകത്ത് വേറെ ചില ഡീലിങ്സ് നടക്കുന്നുണ്ട്. എന്തോ കുത്തിത്തിരിപ്പ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതായത് ഒന്നുകിൽ CPM അടുത്ത തവണ ഭരണം കിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അവർ ലക്ഷ്യമിടുന്നുണ്ട്. റിയാസിനെ ഉപമുഖ്യമന്ത്രി താക്കോൽ സ്ഥാനവും അങ്ങ് കൊടുക്കാം. എന്താ ബുദ്ധിമുട്ട് വരുമോ? ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ തരൂരിൻ്റെ ആഗ്രഹവും നടക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിയാകുക എന്നുള്ള ഒരു മോഹം അദ്ദേഹത്തിനും ഉണ്ട്.
കോൺഗ്രസ്സുകാരുടെ കൂടെ നിന്നാൽ നടക്കില്ല. അപ്പോൾ ചോദിക്കും CPM-നകത്ത് നിന്നുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഏതെങ്കിലും തരത്തിൽ ഈ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തരൂര് ആവുന്നത്ര ശ്രമിക്കും. പറയുമ്പോഴും അദ്ദേഹം ഒരു കേരള രാഷ്ട്രീയത്തിലേക്ക് ചുരുങ്ങാനുള്ള സ്വപ്നം കാണുമോ? കാരണം ദേശീയ രാഷ്ട്രീയമാണല്ലോ അദ്ദേഹത്തിന്റെ എല്ലാ കാലത്തും കളരിയായിരുന്നത്. അല്ല, കേരള രാഷ്ട്രീയത്തിലേക്ക് ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് വെറുതെ ഒരു MLA ആയിട്ടോ ഒന്നും ഇരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. വരികയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞൊന്നും ഉണ്ടാകത്തില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തരൂരിനൊരു വലിയ ജനപ്രീതി കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാനിത് ഇനി മത്സരിക്കുന്നില്ല പാർലമെന്റിലേക്ക് എന്നുള്ളതാണ്. ഏതാണ്ട് തോൽവി വരെ പ്രതീക്ഷിച്ചിരുന്നു. തരൂർ വരെ പ്രതീക്ഷിച്ചിരുന്നതാണ് തോൽവി. പക്ഷേ തീരദേശ വോട്ടുകളിലൂടെ ഒരു 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അല്ലായിരുന്നുവെങ്കിൽ, വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ തരൂരിൻ്റെ ഭൂരിപക്ഷം ഒന്നുകൂടി ഉയർന്നേനെ. അപ്പോൾ എന്തായാലും ഇനി നിന്ന് കഴിഞ്ഞാൽ തരൂരിന് പരാജയം തന്നെയാണ്. അതുമല്ല 4 തവണയായി തിരുവനന്തപുരത്തുകാർ വേണ്ട തരത്തിൽ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. തീരദേശം മാത്രം ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പക്ഷേ CPM-ഉമായിട്ടൊരു ഡീലിങ്സ് ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് CPM ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്സിലൂടെ ഇത് ഉറപ്പിക്കാം. പിണറായിയുടെ മരുമകന് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതും നോട്ടമിടാം. ഇതിപ്പോ പിണറായിയും ബാലനും അടക്കമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ശശി തരൂരിന് പുകഴ്ത്തുകയും അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന രീതിയിൽ പ്രസ്താവനകൾ വരുന്നുണ്ടല്ലോ. ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങിയ നാൾ മുതലാണ് ഈ ഇദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരിൽ നിന്നുള്ള ഒരു വലിയ എതിർപ്പും ഒക്കെ ഉണ്ടായത്. പക്ഷേ ഇദ്ദേഹത്തെ തൊടാനായിട്ട് ഇവർക്ക് ഇന്നേ വരെ സാധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ എന്തായാലും ഹൈക്കമാൻഡിൽ നിന്ന് നടപടി ഉറപ്പാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും കൂടി പല വഴിക്കൂടെ നിന്ന് വേട്ടയാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും തരൂരിന് യേശുന്നില്ല. തരൂര് തന്നെ പറഞ്ഞ എന്താ, ഞാൻ എഴുതിയ ലേഖനം വായിച്ചു നോക്കൂ, അത് ഇംഗ്ലീഷിലാണ് എഴുതിയത്, അത് ഇവന്മാർക്ക് ഇട്ടുകൊടുത്ത ഒരു കൊട്ടും കൂടിയാണ്, ഇംഗ്ലീഷ് വായിച്ചാൽ അറിയുമെങ്കിൽ വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ള രീതിയിലും പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒക്കെ അർത്ഥമാക്കേണ്ടത് തരൂരിനെ തൊടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പം അന്ന് ഒരുപക്ഷെ ഇവർക്ക് തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ. കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കോൺഗ്രസ്സിന് തന്നെ നേട്ടമുണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള നേട്ടമൊന്നും കോൺഗ്രസ്സിന് താല്പര്യമില്ല. കാരണം അതിൻ്റെ ഒരു പിടി നെഹ്റു കുടുംബത്തിൽ നിന്ന് പോകും എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഖാർഗെയെ പോലുള്ള ഒരാളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ KC വേണുഗോപാൽ കോൺഗ്രസും ആ രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ സുനന്ദ പുഷ്കറിന്റെ കേസും IPL കേസും എല്ലാം അദ്ദേഹത്തെ ഏത് കാലത്തും വേട്ടയാടും. അങ്ങനെ ഒരു പ്രസിഡന്റായി വരുമ്പോൾ ചിലപ്പോൾ ഈ കേസുകൾ BJP തന്നെ കുത്തിപ്പൊക്കാനുള്ള സാധ്യതയില്ല, പ്രത്യേകിച്ച് സുനന്ദ കേസ്. ഇത് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖാർഗെക്ക് എതിരെയൊക്കെ ഇല്ലേ, പല കേസുകളും ഉണ്ടല്ലോ. ഇതൊക്കെ ഒരു ദളിതനെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ഖാർഗെയൊക്കെ എടുത്ത് കൊണ്ടുവന്നത്. ഖാർഗെ ഒന്നും സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകത്തുമില്ല. ഇത് സുനന്ദ പുഷ്കറിൻ്റെ കാര്യമൊന്നും ഇനിയൊന്നും ആരും കൊണ്ടുവരാൻ ഒന്നും ഉണ്ടാകത്തില്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അവസാനിച്ച മട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ തരൂരിനെ ഇനിയിപ്പോൾ BJP-യിൽ എടുക്കുമോ, BJP-യിൽ പോകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒന്നും അടുക്കൽ നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. തരൂര് ബുദ്ധിമാനാണ്, പ്രതിഭാശാലിയാണ്. പലരിലെയും സംശയം, അദ്ദേഹം BJP-യും പുകഴ്ത്തുന്നുണ്ട്, CPM-നെയും പുകഴ്ത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെങ്കിൽ CPM-ൽ പോകുമോ, BJP-യിൽ പോകുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ഈ പലതരത്തിലും ഈ പല കളികൾക്കുമൊക്കെ പലരും തയ്യാറാകുമല്ലോ. CPM തന്നെ തയ്യാറായിട്ടില്ലേ? KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ തുടങ്ങിയില്ലേ? KM മാണിക്ക് ഒരു ആഗ്രഹമല്ലായിരുന്നോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കണമെന്ന്? എത്രയോ കൊല്ലമായിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിട്ട് മാത്രമായിട്ട് നിൽക്കുകയാണ്. അതിനപ്പുറം ഒന്നും ആകാനായിട്ട് കഴിഞ്ഞില്ല. ജൂനിയേഴ്സിൻ്റെ താഴെ ഇദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. കരിങ്ങോഴയ്ക്കൽ തറവാട്ടിലേക്ക് കേരളയുടെ 1-ാം നമ്പർ കാർ വരണമെന്ന് KM മാണി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആ ആഗ്രഹം കോൺഗ്രസ്സുകാർ തന്നെ വെച്ച് ഇല്ലാതാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണല്ലോ ഈ ബാർക്കോഴയെല്ലാം തന്നെ ഇറങ്ങി വന്നത്.
ആ ആഗ്രഹം കൂട്ടി. അതുപോലെ CPM-കാർ കളിക്കത്തില്ലേ? CPM-കാർ കാരണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിലേക്ക് ഭരണം പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പല കാര്യവും ആലോചിക്കണം. BJP-യെ സപ്പോർട്ട് ചെയ്തതിന് എന്താണ് പിന്നിൽ കാര്യം? നരേന്ദ്രമോദിയെ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കേണ്ട കാര്യമാണ് ഇവിടെ CPM-ന്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള അന്തർധാര എന്താണ് എന്നും കൂടി ഇതിനകത്ത് നിന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM ഇത്തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ, എന്തായാലും ഇതിന് പിന്നിൽ വലിയ ഡീല് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.